ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ മൊത്തം കാണണം. കണ്ടതിന് ശേഷം ഇതുപോലെ മല കയറി അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴുതിട്ടുണ്ടോ എങ്കിൽ നിങ്ങളിതിൻ്റെ അത് കമൻ്റായിട്ട് പറയണം. ഇത് 3-ാം തീയതിത്തെ വീഡിയോ ആണ്. ഞാൻ 2-ാം തീയതി മല കയറിയതാണ്. 2-ാം തീയതി ഒരു 12:30-1 മണിയായപ്പോൾ തുടങ്ങിയ മഴ ഇന്ന് 9:30-10 മണി വരെ തകർത്തു പെയ്യുമായിരുന്നു. പമ്പയാറെല്ലാം അതിശക്തമായ വെള്ളമാണ്. 31-ാം തീയതി 1-ാം തീയതിയൊക്കെ ഇവിടെ എല്ലാം വെള്ളം കയറി നിറഞ്ഞു ഒഴുകിയ ഇടമാണ്. സ്വാമിമാർ ചിങ്ങം മാസത്തിൽ വരുമ്പം കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പം വളരെയധികം ശ്രദ്ധിക്കണം. പമ്പയാറ്റിൽ അതിഭയങ്കരമായ വെള്ളമാണ്. പമ്പയാറ്റിലേക്ക് ഭക്തരെ ആരെയും ഇറക്കുന്നില്ല. എല്ലാം കെട്ടിത്തിരിച്ചിട്ടുണ്ട്. പിന്നെ പോലീസുകാരും ഒക്കെ ഉണ്ട്. പോലീസുകാരുടെ കണ്ണൊന്നും വെട്ടിച്ച് ആറ്റിലേക്കൊന്നും ഇറങ്ങുകയൊന്നും ചെയ്യല്ല്. അതിഭയങ്കരമായ കുത്തൊഴുക്കാണ്. ഇതെല്ലാം മല കയറാനുള്ള സ്വാമിമാരല്ല, സന്നിധാനത്തു നിന്ന് എല്ലാവരെയും ചാടിച്ചു എന്ന് പറഞ്ഞാൽ മറ്റൊന്നുകൊണ്ടല്ല, എല്ലാ സ്വാമിമാരോടും അതിശക്തമായിട്ടുള്ള മഴയാണ്, നിങ്ങളുടെ പോക്ക് മുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു സ്വാമിമാരും കേൾക്കത്തില്ല. എല്ലാം അവിടെ ചവിട്ടിത്തേച്ച് നിൽക്കുക. ഒരു വിധത്തിലൊക്കെ സ്വാമിമാരെ പറഞ്ഞ് അയച്ച് ആ മല ഇറങ്ങി വരുന്നതാണ്. നീലിമല കയറുന്ന ആ ഭാഗമൊന്നും നിങ്ങൾ കാണണം. അത് കാണേണ്ട ഒരു ഭാഗമാണ്. ഭക്തരൊന്നും തീരെയില്ല. ഈ അമിതമായിട്ടുള്ള മഴയില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു 4 ഇരട്ടി കൂടെ ഭക്തർ വന്നേനെയായിരുന്നു. ഇതെല്ലാം 2-ാം തീയതി വന്ന ഭക്തന്മാരാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും. എല്ലാ അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴുത് അവിടെ തന്നെ അങ്ങ് ലാൻഡ് ചെയ്യും, രാവിലെ കയറി വീണ്ടും തൊഴാൻ വേണ്ടി. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ ഗണപതി ഭഗവാന്റെ മുമ്പിലെത്തി. ഭക്തരൊക്കെ തീരെ കുറവാണ്. പിന്നെ ഗണപതി അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഒരുപാട് അയ്യപ്പന്മാരൊക്കെ വന്ന് ഇരിപ്പുണ്ട്. പിന്നെ അല്ലെങ്കിലും ഗണപതി ഭഗവാന്റെ അവിടെ അല്ലെങ്കിലും അത്യാവശ്യം തിരക്ക് വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേഡീസൊക്കെ ഇവിടെ വന്ന് തൊഴാൻ വേണ്ടിയൊക്കെ ഈ ഭക്തരുടെ കൂടെ ഒക്കെ വരികയും, പിന്നെ മറ്റ് പുറമേ ഉള്ള ആൾക്കാർ ശബരിമലയ്ക്ക് പോകാതെ ഗണപതി അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി വരുന്ന ഭക്തരുമൊക്കെ ഉണ്ട്. നിറപുത്തിരി അച്ചൻകോവിൽ നിന്ന് നിറപുത്തിരിയുമായിട്ട് വന്ന ആ വാഹനമാണ് കിടക്കുന്നത്. നിറപുത്തിരി ഇന്ന് രാവിലെ 6:30-ക്കായിരുന്നു. എനിക്ക് ഈ പ്രാവശ്യം ശബരിമല അയ്യപ്പസ്വാമിയെ കാണാൻ പോയതുകൊണ്ട് വലിയൊരു ഭാഗ്യമൊത്ത്. അതൊരിക്കലും മറക്കത്തില്ല. അങ്ങനെ നീലിമല കയറുകയാണ്. ഭക്തരില്ല. കണ്ടോ നീലിമല തൊട്ട് മേപ്പോട്ട് എല്ലാം വിജനമായിട്ട് കിടക്കുക. എനിക്ക് കിട്ടിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരക്കില്ലാഞ്ഞുകൊണ്ട് ഞാൻ തൊഴാൻ കയറുമ്പം നെയ്യഭിഷേകമായിരുന്നു. അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ നിന്ന് ഒരു 20 മിനിറ്റോളം ഞാൻ നിന്നു. 20 മിനിറ്റോളം നിന്ന് നെയ്യഭിഷേകം കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് ഭക്തരൊക്കെ വന്നപ്പം അവർക്ക് നമ്മളൊരു ശല്യം ആകല്ലല്ലോ. പിന്നെ ഞാനങ്ങ് മാറി. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നേരം കൂടെ നിൽക്കാമായിരുന്നു. അതുമാത്രവുമല്ല, ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ. ഇവിടെ കുറച്ച് ഈ അയ്യപ്പന്മാർ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ 1-2 ബസ് ഒരുമിച്ച് ബസ്സിൽ നിന്ന് വന്നവരാണ്. അവരെ എല്ലാം അവിടെ കയറ്റി വിട്ടതാണ്. ബാക്കിയെല്ലാം ഭക്തരില്ലാതെ വിജനമാണ്. മരക്കൂട്ടത്തിനപ്പുറം സ്വാമി അയ്യപ്പൻ റോഡ്, അവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭക്തരുണ്ട്. പക്ഷേ എല്ലാം ഇറങ്ങി വരുന്ന ഭക്തരാണ്. അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് ഇറങ്ങി വരുന്നത്. ഇതുപോലെ നിങ്ങൾ മലയ്ക്ക് പോയിട്ടുണ്ടോ ഭക്തരൊന്നുമില്ലാതെ?
എനിക്ക് ഇതുപോലത്തെ ഒരു വീഡിയോ ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് കിട്ടി. മരക്കൂട്ടം തൊട്ട് പമ്പ വരെ നിലയ്ക്കൽ അയ്യപ്പ ഭക്തരെ എല്ലാം തടഞ്ഞേക്കുമായിരുന്നു. ഞാൻ മരക്കൂട്ടം കഴിഞ്ഞ് ശബരിപീഠമായി ഇങ്ങനെ ഇറങ്ങി ഒരൊറ്റ ഭക്തരില്ല. ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരുണ്ട്. അവരോട് ചോദിച്ചാൽ പറഞ്ഞ് എന്തോ ചേട്ടാ ഒന്നും അറിയത്തില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങി പമ്പയിൽ വന്നു. പമ്പയിൽ വന്നപ്പം നിലയ്ക്കൽ സ്വാമിമാരെ എല്ലാം പിടിച്ചിട്ടേക്കുക. 1 മണിക്ക് നട അടയ്ക്കും. 4 മണി വരെ ഇവിടെ അമിത തിരക്ക് വരാതിരിക്കാൻ വേണ്ടി നിലയ്ക്കൽ സ്വാമിമാരെ പിടിച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെ ഒറ്റ ഒരു സ്വാമിമാരില്ലാതെ ഞാൻ മരക്കൂട്ടം മുതൽ പമ്പ വരെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു വന്നു. അതേപോലത്തെ ഒരു നടത്തയായിരുന്നു ഇന്ന്. അതുപോലത്തെ എന്ന് പറയാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഒരു എല്ലാം കൂടെ ഒരു 5-8 സ്വാമിമാരെ ഞാൻ കണ്ടായിരുന്നു. അന്നാണെങ്കിൽ ഒരൊറ്റ സ്വാമിമാരില്ല. ഇടയ്ക്ക് 1, 2, 3 പോലീസുകാരെ മാത്രമേ കണ്ടുള്ളൂ. സ്വാമിയേ ശരണമയ്യപ്പ. അതിഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ അതിഭയങ്കര മഴയായിരുന്നു. നമ്മുടെ മാളികപ്പുറത്തിൻ്റെ ആ പുറകു സൈഡ് രാത്രി ആന ഇറങ്ങി. ഞാനത് സൗണ്ട് കേട്ട ആന ചിഹ്നം വിളിക്കുന്നത്. അന്നേരം അതിൻ്റെ പുറകിൽ ഫോറസ്റ്റുകാരുണ്ട്. ഫോറസ്റ്റുകാർ പടക്കം പൊട്ടിച്ചു. ഞാൻ നോക്കി കാണാൻ കുറച്ച് മലയാളികൾ ഓടുന്നു. ഞാൻ ചോദിച്ചു എന്തോത്തിന് ഓടുക? അത് ആനയെ കാണാൻ. അത് രാത്രി സമയമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ, ഒന്നാമത്തെ കാര്യം രാത്രി ഈ കാട്ടിൽ എന്തോന്ന് നിങ്ങൾ കയറിപ്പോൾ അവിടെ ഫോറസ്റ്റുകാരുണ്ട്. ഇനി ആവശ്യമില്ലാത്ത കേസും നൂലാമാലയും അതുമല്ല ആന വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതല്ല ഈ കാട്ടിൽ നിൽക്കുന്ന ആനയെ നിങ്ങൾ എങ്ങനെ കാണാനാണെന്ന് ചോദിച്ചു. പിന്നെന്തായാലും ഞാൻ പറഞ്ഞത് അവർ കേട്ട്. അവരെന്നോടൊപ്പം തിരിച്ചിറങ്ങി. ഈ മരം ഒടിഞ്ഞ് നേരെ കുറുകെ വീണ് വഴി മൊത്തം ബ്ലോക്കായിരുന്നു. സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് തിരിച്ചു വിട്ടത്. ഇന്നലെ ഞാൻ പോലീസുകാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു മണ്ണിടിഞ്ഞതാണ്. പോലീസുകാരെയും കുറ്റം പറഞ്ഞിട്ടില്ല. പലരും പലയിടത്തുനിന്ന് വരുന്ന എന്തോ ഏതാ ഒന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ശബരിപീഠം എത്തി. ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ മാത്രമേ ഉള്ളൂ. ആ സ്വാമിമാരൊക്കെ അവരുടെ നാട്ടിൽ പോയി എന്തുമായിരിക്കുമോ പറയുന്നത്. അവരുടെ ഒരു ആ സന്തോഷവും ആഹ്ലാദവും ഒക്കെ കാണണം അത് പറയുമ്പോൾ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിൽ ഒരു സന്തോഷം തോന്നത്തില്ലയോ? ഒരൊറ്റ അയ്യപ്പന്മാരില്ലാതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പന്മാർ ആരുമില്ലാതെ ഈ മല കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മനസ്സിൻ്റെ ഒരു പേടിയൊക്കെ വരും. കാര്യം കൊടും വനം വിജനമായി ആയിട്ട് കിടക്കത്തില്ലേ? അന്നേരം സ്വാഭാവികമായിട്ട് നമുക്കൊരു പേടി വരും. ഞാൻ ഇടയ്ക്കൊക്കെ നടയൊക്കെ അടച്ചു കഴിയുമ്പോൾ ഈ പമ്പയ്ക്ക് വരും. പമ്പയ്ക്ക് വരുമ്പം എനിക്ക് ഈ പമ്പയ്ക്ക് വരുമ്പോൾ ലാഹ മുതൽ അട്ടത്തോട് വരെയാണ് ഭയം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആന ഇറങ്ങുന്നത്. അന്നേരം അട്ടത്തോട് തൊട്ട് പമ്പ വരെ കുഴപ്പമില്ലെന്ന് ചോദിക്കും. അട്ടത്തോട് തൊട്ട് പമ്പ വരെ ആനയുടെ വലിയ ശല്യമല്ല. ആന ഒഴികല്ല കടുവായും പുലിയും ഒക്കെ കാണാൻ സാധ്യത കൂടുതലുള്ളതാണ്. അന്നേരം നിങ്ങൾ മനസ്സിൽ എന്നെപ്പറ്റി എന്തായിരിക്കും ഓർത്തത്? സ്വാമിയേ ശരണമയ്യപ്പ. അതുപോലെ ഞാൻ ഒരിക്കൽ ഒറ്റയ്ക്ക് കയറി ശബരിമല വന്നിട്ടുണ്ട്. ഈ സ്ത്രീ പ്രവേശനം സുപ്രീം കോടതി അനുവദിച്ച് ഒരു തുലാമാസം 1-ാം തീയതി നട തുറക്കുന്നത്. പമ്പ തൊട്ട് എരുമേലി വരെയും വടശ്ശേരിക്കര വരെയും മൊത്തം ഭക്തരുമായിട്ടൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ്. ഞാൻ എൻ്റെ ബൈക്ക് കൊണ്ട് ഞാൻ ടി വിക്കകത്തോടെ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ഐഡിയയാണ്, ഇന്ന് ഭക്തരൊന്നും കാണത്തില്ല, പോയാൽ തൊഴാന്ന്. അങ്ങനെ ഞാൻ വന്നു. പമ്പയിൽ നിന്ന് സന്നിധാനം വരെ ഒറ്റയ്ക്ക് കയറി വന്നിട്ടുണ്ട്. ഞാനിപ്പോഴാ കാര്യം ഓർത്തത്. അന്ന് ഞാൻ 2, 3, 4 റൗണ്ടങ്ങാണ്ട് കയറി തൊഴുതു. എന്നിട്ട് ശ്രീകോവിലിൻ്റെ പടിയിലൊക്കെ തൊട്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ തൊഴുത്. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മളെ
ക്യൂവിൽ കൂടി വന്ന് കയറ്റി വിട്ട് നമ്മൾ തൊഴുത്തില്ലേ, അവിടെ അല്ല. നേരെ 18-ാം പടിയല്ല, അപ്പുറത്തൂടെ കയറി അയ്യപ്പ സന്നിധി വന്ന് ഇതുവഴി കയറി വന്ന് ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്ന് തൊഴുത് അവിടുന്ന് പ്രസാദമൊക്കെ മേടിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും തൊഴണമെന്ന് തോന്നി വീണ്ടും വന്നു. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം വന്ന് തൊഴുത്. ഇപ്പം നമ്മുടെ ഈ അന്യ സ്റ്റേറ്റുകാരും ഒക്കെ വന്നിങ്ങനെ 3-4 പ്രാവശ്യമൊക്കെ കയറി ഇറങ്ങി കൊതി തീരാതെ തൊഴുന്നതിൻ്റെ കൂട്ട് ഞാൻ അന്നൊരു 3-4 പ്രാവശ്യം തൊഴുതു. അങ്ങനെ സന്നിധാനം എത്തി. കണ്ടോ, ഇത് എല്ലാം ഭക്തരെ പറഞ്ഞു വിട്ട് ഭക്തർ കയറി വരുന്നവരാണ്. അപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം, നമ്മൾ ഈ വന്ന വഴിക്ക് ആ നീലിമല അടുക്കാറായപ്പോൾ കുറച്ച് ഒരു 10-50 ഭക്തർ ആ കയറി വരുന്നതേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം റിട്ടേൺ പോകുന്നതാണ്. കാര്യം ഇവിടെ ശക്തമായ മഴയായതുകൊണ്ടേ ജില്ലാ കളക്ടറും എല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട്, പരമാവധി അയ്യപ്പ ഭക്തർ ശബരിമലയ്ക്ക് പോകാതിരിക്കുക എന്നുള്ള ഇത് വെച്ച്. വേണ്ട, നമ്മൾ സാധാരണ കയറുന്ന അതുവഴിയാണ് എല്ലാവരും 18-ാം പടിയുടെ അവിടെ ചെന്ന് സെൽഫിയൊക്കെ എടുത്ത് അതുവഴി തന്നെ ഇറങ്ങിപ്പോകുന്നത്. ആളേയില്ല. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18-ാം പടി ചവിട്ടി അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാൻ നിൽക്കുന്നവരല്ല, എല്ലാവരും ഒരവസരം കിട്ടിയപ്പോൾ അവിടെ നിന്ന് ഫോട്ടോയും ഒക്കെ ചെറിയ ചെറിയ വീഡിയോയും കാര്യങ്ങളുമൊക്കെ എടുക്കാൻ നിൽക്കുന്ന അയ്യപ്പ ഭക്തരാണ്. പടി ചവിട്ടി കയറാൻ നിൽക്കുന്നവരുടെ തിരക്കല്ലത്. പടി ചവിട്ടി കയറാൻ നിൽക്കുന്നവർ 1-2 പേരാങ്ങാണ്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിറപുത്തരിയുടെ അന്നേ ദിവസത്തെ ശബരിമല കാഴ്ചകളാണ് ഇതെല്ലാം. അങ്ങനെ എനിക്ക് അയ്യപ്പസ്വാമിയെ കണ്ട് നെയ്യഭിഷേകമൊക്കെ കണ്ട് 10-20 മിനിറ്റ് തൊഴുത് ഇറങ്ങിപ്പോരാനുള്ള ഒരു ഭാഗ്യം കിട്ടി. സ്വാമിയേ ശരണമയ്യപ്പ. നമ്മുടെ സ്വന്തം അയ്യപ്പസ്വാമിയുടെ അയ്യപ്പ സന്നിധി. സ്വാമിയേ.